JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. നമ്മൾ LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റ് കൺസെപ്റ്റിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്റർനെറ്റ് കൺസെപ്റ്റിനകത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരെങ്കിലും ഇനി ടോപ്പിക് വൈസ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോർ www? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോർ www? എന്താണ് എല്ലാവർക്കും അറിയാവുന്നതല്ല ഇതിന്റെ എക്സ്പാൻഷൻ എന്നാന്ന്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈഡ് വേൾഡ് വെബ്, ഓപ്ഷൻ ബി വേൾഡ് വൈസ് വെബ്, ഓപ്ഷൻ സി വേൾഡ് വെബ്, ഓപ്ഷൻ ഡി വേൾഡ് വൈഡ് വെബ്. ഏതാണ് വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോർ www? ഏതാണ്? വേൾഡ് വൈഡ് വെബ്, വേൾഡ് വൈഡ് വെബ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, വേൾഡ് വൈഡ് വെബ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹോട്ട്മെയിൽ ഈസ് എ വെബ്, ഹോട്ട്മെയിൽ ഈസ് എ വെബ് ബേസ്ഡ്, ഹോട്ട്മെയിൽ ഈസ് എ വെബ് ബേസ്ഡ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ എ ISP, ഓപ്ഷൻ ബി NSP, ഓപ്ഷൻ സി വെബ് പ്രൊവൈഡർ, ഓപ്ഷൻ ഡി ഇമെയിൽ പ്രൊവൈഡർ. ഏതാണ്? ഹോട്ട്മെയിൽ ഈസ് എ വെബ് ബേസ്ഡ്, ഏതാണ്? ഇമെയിൽ പ്രൊവൈഡർ. ഹോട്ട്മെയിൽ ഈസ് എ വെബ് ബേസ്ഡ് ഇമെയിൽ പ്രൊവൈഡർ, ഹോട്ട്മെയിൽ ഈസ് എ വെബ് ബേസ്ഡ് ഇമെയിൽ പ്രൊവൈഡർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് എ ഇമെയിൽ പ്രൊവൈഡർ? ഏതാണ് ഒരു ഇമെയിൽ ദാതാവ്? അതായത് വിച്ച് വൺ ഈസ് എ ഇമെയിൽ പ്രൊവൈഡർ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇമെയിൽ, ഓപ്ഷൻ ബി സോഫ്റ്റ് മെയിൽ, ഓപ്ഷൻ സി ഹോട്ട്മെയിൽ, ഓപ്ഷൻ ഡി ഫ്രീ മെയിൽ. വിച്ച് വൺ ഈസ് എ ഇമെയിൽ പ്രൊവൈഡർ? ഹോട്ട്മെയിൽ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഹോട്ട്മെയിൽ. വിച്ച് വൺ ഈസ് എ ഇമെയിൽ പ്രൊവൈഡർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹോട്ട്മെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഇമെയിൽ? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഇമെയിൽ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇമെയിൽ. എന്നാൽ സാധാരണ എല്ലാവരും ഓപ്ഷൻ കാണുമ്പോൾ തെറ്റിച്ച് കളയാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഓപ്ഷൻസ് നമ്മളെ തെറ്റിക്കുന്ന രീതിയിലുള്ള ഓപ്ഷനുകൾ തരാറുണ്ട്. കൃത്യമായിട്ടുള്ള ആൻസറുകൾ കൃത്യമായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ എളുപ്പമാണ്. സിമ്പിൾ ക്വസ്റ്റ്യനുകൾ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ മെയിൽ, ഓപ്ഷൻ ബി എക്സ്ചേഞ്ച് മെയിൽ, ഓപ്ഷൻ സി ഇലക്ട്രോണിക് മെയിൽ, ഓപ്ഷൻ ഡി ഇലക്ട്രോണിക്സ് മെയിൽ. ഏതാണ്? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഇമെയിൽ? ഇലക്ട്രോണിക് മെയിൽ, ഇലക്ട്രോണിക് മെയിൽ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഇലക്ട്രോണിക് മെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെന്റ് ബൈ ISP? ISP എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഈസ് മെന്റ് ബൈ ISP? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് സർവീസ് ഇൻട്രാനെറ്റ്, ഓപ്ഷൻ എ ഇൻട്രാനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ സി ഇന്റലിജന്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ സർവീസ് പ്രൊവൈഡർ. ഏതാണ്? വാട്ട് ഈസ് മെന്റ് ബൈ ISP? ഇൻട്രാനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ സി ഇന്റലിജന്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ സർവീസ് പ്രൊവൈഡർ. ഏതാണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. വാട്ട് ഈസ് മെന്റ് ബൈ ISP എന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് LDAP? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോർ LDAP? LDAPയുടെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോർ LDAP? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലൈറ്റ് ഡേറ്റ ആക്സസ് പ്രോട്ടോകോൾ,
ഓപ്ഷൻ ബി ലൈറ്റ് വെയിറ്റ് ഡിസ്ക് ആക്സസ് പ്രോട്ടോകോൾ. ഓപ്ഷൻ സി ലൈറ്റ് വെയിറ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ. ഓപ്ഷൻ ഡി ലൈറ്റ് വെയിറ്റ് ഡയറക്ടറി അഡ്രസ് പ്രോട്ടോകോൾ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് LDAB? ലൈറ്റ് വെയിറ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ. ലൈറ്റ് വെയിറ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ. എന്താണ് ഈ LDAP? LDAP എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? വിതരണ ഡയറക്ടറി വിവരങ്ങൾ സംഘടിതവും ചോദ്യം ചെയ്യാവുന്നതുമായ രീതിയിൽ പരിപാലിക്കാൻ ഉപയോഗിക്കുന്ന വെണ്ടർ ന്യൂട്രൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ആണ് ഈ LDAP എന്ന് പറയുന്നത്. അതായത് അതിനർത്ഥം ഞാൻ ഒന്നുകൂടി ഞാൻ വിശദമാക്കി തരാം. അതായത് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ജനങ്ങളുടെ ഒരു ഡയറക്ടറിയും അവയെക്കുറിച്ചുള്ള വിവരങ്ങളും സൂക്ഷിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ LDAP എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് LDAP എന്ന് ചോദിച്ചാൽ ലൈറ്റ് വെയിറ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ. അപ്പോൾ വിതരണ ഡയറക്ടറി വിവരങ്ങൾ സംഘടിതവും ചോദ്യം ചെയ്യാവുന്നതുമായ രീതിയിൽ പരിപാലിക്കാൻ ഉപയോഗിക്കുന്ന വെണ്ടർ ന്യൂട്രൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ആണ് LDAP എന്ന് പറയുന്നത്. അപ്പോൾ LDAP എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് RTF? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് RTF? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റിച്ച് ടെക്സ്റ്റ് ഫോം. ഓപ്ഷൻ ബി റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. ഓപ്ഷൻ സി റിമോട്ട് ടെക്സ്റ്റ് ഫോർമാറ്റ്. ഓപ്ഷൻ ഡി രജിസ്റ്റർ ടൂൾ ഫോർമാറ്റ്. ഏതാണ് വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് RTF? റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്. റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് എന്താണെന്ന് ഞാൻ വിശദമാക്കി തരാം. മൈക്രോസോഫ്റ്റ് ഉൽപ്പന്നങ്ങളുമായിട്ട് ക്രോസ് പ്ലാറ്റ്ഫോം ഡോക്യുമെന്റ് കൈമാറ്റത്തിനായിട്ട് 1987 മുതൽ 2008 വരെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ വികസിപ്പിച്ച പ്രസിദ്ധീകരിച്ച സവിശേഷതകളുള്ള ഒരു കുത്തക പ്രമാണ ഫയൽ ഫോർമാറ്റാണ് ഈ റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് മൈക്രോസോഫ്റ്റ് ഉൽപ്പന്നങ്ങളുമായിട്ട് ക്രോസ് പ്ലാറ്റ്ഫോം ഡോക്യുമെന്റ് കൈമാറ്റത്തിനായിട്ട് 1987 മുതൽ 2008 വരെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ വികസിപ്പിച്ച പ്രസിദ്ധീകരിച്ച സവിശേഷതകളുള്ള ഒരു കുത്തക പ്രമാണ ഫയൽ ഫോർമാറ്റാണ് ഈ റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് SSL? വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് SSL? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെക്യൂർ സോഷ്യൽ ലെയർ. ഓപ്ഷൻ ബി സെക്യൂർ സോക്കറ്റ് ലെയർ. ഓപ്ഷൻ സി സെക്യൂർ സർവീസ് ലെയർ. ഓപ്ഷൻ ഡി സെക്യൂർ ഷെയറിംഗ് ലെയർ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് SSL? ഏതാണ്? സെക്യൂർ സോക്കറ്റ് ലെയർ. സെക്യൂർ സോക്കറ്റ് ലെയർ. എന്താണ് ഈ സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറഞ്ഞാൽ? അതായത് ഈ സ്വകാര്യ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്ത് സുരക്ഷിതമായിട്ട് ഇന്റർനെറ്റിലൂടെ കൈമാറുന്ന ഒരു വ്യവസായ നിലവാരമാണ് ഈ SSL എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് SSLനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അതായത് ഈ സ്വകാര്യ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അത് സുരക്ഷിതമായിട്ട് ഇന്റർനെറ്റിലൂടെ കൈമാറുന്ന ഒരു വ്യവസായ നിലവാരമാണ് സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്നത്, അതായത് SSL എന്ന് പറയുന്നത്. അപ്പോൾ SSLനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. Which ensure the only intended recipients can read a message? Which ensure the only intended recipients can read a message? അതായത് ഉദ്ദേശിച്ച സ്വീകർത്താക്കൾക്ക് ഒരു സന്ദേശം വായിക്കാൻ കഴിയുമെന്ന് ഏത് ഉറപ്പാക്കുന്നു? അതായത് ഇത് ഉറപ്പാക്കുന്നു. ഏതാണ് ഉറപ്പാക്കുന്നത് എന്നാണ് വെച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സിഗ്നേച്ചർ. ഓപ്ഷൻ ബി എൻക്രിപ്ഷൻ. ഓപ്ഷൻ സി ന്യൂസ് ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി ഡിക്രിപ്ഷൻ. ഏതാണ്? വിച്ച് എൻഷ്യൂർ ദ ഓൺലി ഇന്റൻഡഡ് റെസിപ്പൻസ് ക്യാൻ റീഡ് എ മെസ്സേജ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, എൻക്രിപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ.
which system enables to communicate in real time with easily accessible web interfaces? Which system enables to communicate in real time with easily accessible web interfaces? അതായത് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന വെബ് ഇന്റർഫേസുകൾ ഉപയോഗിച്ച് തത്സമയം ആശയവിനിമയം നടത്താൻ ഏത് സിസ്റ്റം പ്രാപ്തമാക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇമെയില്, ഓപ്ഷൻ ബി വെബ് ചാറ്റ്, ഓപ്ഷൻ സി ടെലിചാറ്റ്, ഓപ്ഷൻ ഡി കമ്മ്യൂണിക്കേഷൻ. ഏതാണ്? വിച്ച് സിസ്റ്റം ഇനേബിൾസ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം വിത്ത് ഈസിലി ആക്സസബിൾ വെബ് ഇന്റർഫേസ്? വെബ് ചാറ്റ്. ഏതാണ്? വെബ് ചാറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വെബ് ചാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. By using which both caller and receiver can be seen on screen of both the user along with the audio in? By using which both caller and receiver can be seen on screen of both user along with audio in? അതായത് ഏത് ഉപയോഗിക്കുന്നതിലൂടെയാണ് ഓഡിയോ ഇൻ എന്നതിനൊപ്പം കോളറും റിസീവറും രണ്ടും ഉപയോക്താവിന്റെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെലിചാറ്റ്, ഓപ്ഷൻ ബി വെബ് ചാറ്റ്, ഓപ്ഷൻ സി വീഡിയോ ചാറ്റ്, ഓപ്ഷൻ ഡി ഓഡിയോ ചാറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, വീഡിയോ ചാറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ, വീഡിയോ ചാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Facebook is a networking service consist of mainly. അതായത് പ്രധാനമായും ഒരു നെറ്റ്വർക്കിംഗ് സേവനമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് ഈസ് എ നെറ്റ്വർക്കിംഗ് സർവീസ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സോഷ്യൽ ലിങ്ക്സ്, ഓപ്ഷൻ ബി കൊമേഴ്ഷ്യൽ ലിങ്ക്സ്, ഓപ്ഷൻ സി എഡ്യൂക്കേഷൻ ലിങ്ക്സ്, ഓപ്ഷൻ ഡി കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്. ഏതാണ്? ഫേസ്ബുക്ക് ഈസ് എ നെറ്റ്വർക്കിംഗ് സർവീസ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, സോഷ്യൽ ലിങ്ക്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ, സോഷ്യൽ ലിങ്ക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Name the threat that uses www to facilitate cyber crime. Name the threat that uses www to facilitate സൈബർ ക്രൈം. അതായത് സൈബർ കുറ്റകൃത്യങ്ങൾ സുഗമമാക്കുന്നതിന് www ഉപയോഗിക്കുന്ന ഭീഷണിയുടെ പേര് നൽകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ക്രൈം, ഓപ്ഷൻ സി വോംസ്, ഓപ്ഷൻ ഡി വെബ് ത്രെട്ട്. നെയിം ദ ത്രെട്ട് ദാറ്റ് യൂസസ് www ടു ഫെസിലിറ്റേറ്റ് സൈബർ ക്രൈം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെബ് ത്രെട്ട്. Name the threat that uses www to facilitate cyber crime ചോദിച്ചാൽ വെബ് ത്രെട്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെബ് ത്രെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Name the type of threat related to information technology. Name the type of threat related to information technology. വിവര സാങ്കേതികവുമായി ബന്ധപ്പെട്ട ഭീഷണിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. Name the type of threat related to information technology. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്പാം, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഡേറ്റ ലോസ്, ഓപ്ഷൻ ഡി വെബ് ത്രെട്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെബ് ത്രെട്ട്. നെയിം ദ ടൈപ്പ് ഓഫ് ത്രെട്ട് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ ടെക്നോളജി, വെബ് ത്രെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഡാമേജസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻ ഇ-കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ ബാങ്കിങ്. അതായത് ഇ-കൊമേഴ്സ്, ഓൺലൈൻ ബാങ്കിങ് എന്നിവയിലെ ഉപയോക്തൃ വിശ്വാസത്തെ ഏത് നശിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വിച്ച് ഡാമേജസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻ ഇ-കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ ബാങ്കിങ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ഇമെയിൽ, ഓപ്ഷൻ സി മെസ്സേജ്, ഓപ്ഷൻ ഡി വെബ് ത്രെഡ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെബ് ത്രെഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which type of web threat are referred as drive-by threats? Which type of web threats are referred as drive-by threats? ഏത് തരം വെബ് ഭീഷണികളെയാണ് ഡ്രൈവ് ബൈ
ഭീഷണികൾ എന്ന് വിളിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് വെബ് ത്രെഡ്സ് ആർ റിഫേർഡ് ആസ് ഡ്രൈവ് ബൈ ത്രെഡ്സ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പുൾ ബേസ്ഡ്, ഓപ്ഷൻ ബി വെബ് ബേസ്ഡ്, ഓപ്ഷൻ സി പുഷ് ബേസ്ഡ്, ഓപ്ഷൻ ഡി ഡൊമൈൻ ബേസ്ഡ്. ഏതാണ്? വിച്ച് ടൈപ്പ് ഓഫ് വെബ് ത്രെഡ്സ് ആർ റിഫേർഡ് ആസ് എ ഡ്രൈവ് ബൈ ത്രെഡ്സ്? പുൾ ബേസ്ഡ്, പുൾ ബേസ്ഡ്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ, പുൾ ബേസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Web threads has two categories. One is pull based, another one is dash. Web threads has two categories. One is pull based, another one is dash. വെബ് ഭീഷണികൾക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് പുൾ ബേസ്ഡ്, മറ്റൊന്ന് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെബ് ത്രെഡ് ഹാസ് ടു കാറ്റഗറീസ്. വൺ ഈസ് പുൾ ബേസ്ഡ്, അനദർ വൺ ഈസ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ എ വെബ് ബേസ്ഡ്, ഓപ്ഷൻ ബി പുഷ് ബേസ്ഡ്, ഓപ്ഷൻ സി ഗ്രൂപ്പ് ബേസ്ഡ്, ഓപ്ഷൻ ഡി ഡൊമൈൻ ബേസ്ഡ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പുഷ് ബേസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. വെബ് ത്രെഡ്സ് ഹാസ് ടു കാറ്റഗറീസ്. വൺ ഈസ് പുഷ് ബേസ്ഡ്, അനദർ ആർ ഈസ് ഡാഷ്. വെബ് ത്രെഡ്സ് ഹാസ് ടു കാറ്റഗറീസ്. വൺ ഈസ് പുഷ് ബേസ്ഡ്, അനദർ ആർ ഈസ് ഡാഷ്. അതായത് വെബ് ഭീഷണികൾക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് പുഷ് അടിസ്ഥാനമാക്കിയുള്ളതാണ്, മറ്റൊന്ന് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പുൾ ബേസ്ഡ്, ഓപ്ഷൻ ബി വെബ് ബേസ്ഡ്, ഓപ്ഷൻ സി ഗ്രൂപ്പ് ബേസ്ഡ്, ഓപ്ഷൻ ഡി ഡൊമൈൻ ബേസ്ഡ്. ഏതാണ്? പുൾ ബേസ്ഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ, പുൾ ബേസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഇമെയിൽ സെക്യൂരിറ്റി സിസ്റ്റം PGP മീൻസ് ഇൻ ഇമെയിൽ സെക്യൂരിറ്റി സിസ്റ്റം PGP മീൻസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പബ്ലിക് ഗുഡ് pretty, option B pretty goods privacy, option C privacy good pretty, option D pretty grade privacy. ഏതാണ്? pretty good privacy, pretty good privacy. അതായത് PGP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് pretty good privacy, അതായത് PGP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. എൻക്രിപ്റ്റ് ചെയ്ത ഇമെയിലുകൾ അയക്കുന്നതിനും സെൻസിറ്റീവ് ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എൻക്രിപ്ഷൻ സിസ്റ്റമാണ് ഈ PGP എന്ന് പറയുന്നത്, പ്രെറ്റി ഗുഡ് പ്രൈവസി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് എൻക്രിപ്റ്റ് ചെയ്ത ഇമെയിലുകൾ അയക്കുന്നതിനും സെൻസിറ്റീവ് ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എൻക്രിപ്ഷൻ സിസ്റ്റമാണ് ഈ പ്രെറ്റി ഗുഡ് പ്രൈവസി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് VPN refers to. ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം VPN refers to. അതായത് ആശയവിനിമയ സംവിധാനങ്ങളിൽ VPN സൂചിപ്പിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിഷ്വൽ പബ്ലിക് നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി വെർച്വൽ പബ്ലിക് നെറ്റ്വർക്ക്, ഓപ്ഷൻ സി വിഷ്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഏതാണ്? വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. എന്താണ് ഈ VPN എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഉപകരണത്തിൽ നിന്ന് ഒരു നെറ്റ്വർക്കിലേക്കുള്ള ഇന്റർനെറ്റിലൂടെയുള്ള എൻക്രിപ്റ്റ് ചെയ്ത കണക്ഷനാണ് ഈ VPN എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് VPN കുറിച്ച് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ VPN എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.